നാളെ അവസാന പെരുന്നാളല്ലേ, അപ്പോൾ നമുക്കൊന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ പടി അതാണ്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 ഗ്ലാസ് തന്നെ ഞാൻ പൊടിയിട്ട് കൊടുക്കണേ. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. മധുര പലഹാരമായ കാരണം അധികം ഞങ്ങൾക്ക് 2 പേർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നന്നായി അതൊന്ന് അതിൽ ഇട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ തണുക്കാനായിട്ട് സ്വല്പം നേരം വയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു 2 അച്ച് വെള്ളം ഇട്ടിട്ട് ശർക്കര പാനിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് അരിച്ചെടുത്തതിലേക്ക് ഞാനൊരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി വിളയിച്ചെടുക്കാം. അപ്പോൾ അത് വിളയിച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ് കേട്ടോ. ഇടയ്ക്ക് യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പൊടി ചൂടാറി വന്നിട്ട് ഒരുവിധം ചൂടോടെ കേട്ടോ ഞാൻ കുഴച്ചത്. എന്നിട്ട് അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ച കൂട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 2 എണ്ണം ഞാൻ കാണിക്കാം കേട്ടോ. ആകെ ഒരു 5-8 എണ്ണം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗം അടച്ചിട്ട് നമ്മൾ വീണ്ടും ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കും. നന്നായി നമ്മുടെ പുറം ഭാഗം ഒന്ന് നല്ല നൈസ് പോലെ ആക്കണം നമ്മൾ. അപ്പോൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവും. കട്ടി കൂടിയാൽ നമുക്ക് സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. ഇതുപോലെ തന്നെ അടച്ച് നമ്മളത് ബോൾ പോലെ ആക്കിയെടുക്കും. അങ്ങനെ അല്ലാതാക്കിയതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ച് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങളൊക്കെ വയസ്സായ കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പൊളിച്ച് നോക്കാം. എന്താ അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഇതാണ് കൊഴുക്കട്ട.